അവസരത്തിൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കഥാഗോളമാണ് സത്യവ്രതൻ എന്ന് പറയുന്ന ഒരാളിന്റെ കഥ. പേര് തന്നെ സത്യവ്രതൻ എന്നാണ്. വ്രതൻ എന്ന് പറഞ്ഞാൽ ധരിച്ചവൻ എന്നർത്ഥം. വ്രതം എന്ന് പറഞ്ഞാൽ ധരിക്കുക എന്നർത്ഥം. അപ്പൊ സത്യത്തെ ധരിച്ചവനാണ് അദ്ദേഹം. ദേവദത്തൻ എന്ന് പറയുന്ന ഒരു ബ്രാഹ്മണ ശ്രേഷ്ഠന്റെ പുത്രനാണ്. ഈ ദേവദത്തന് വളരെ കാലത്തോളം സന്തതികളൊന്നും ഉണ്ടായിരുന്നില്ല. ഇങ്ങനെ സന്തതികളൊന്നും ഇല്ലാതെ ഇരുന്ന് അദ്ദേഹം വളരെയധികം ദുഃഖപ്പെട്ടു. കാരണം ഈ സന്തതികൾ ഉണ്ടായില്ലെങ്കിൽ വലിയ സങ്കടമാണ് മക്കൾക്ക്. എല്ലാവർക്കും അങ്ങനെ മക്കളുണ്ടായില്ലേ വലിയ സങ്കടം. ഉണ്ടായ തലതിരിഞ്ഞു പോയാൽ അതിനേക്കാൾ വലിയ സങ്കടം. ഇതിൽ ഏതാ ഏറ്റവും വലിയ സങ്കടം? ഉണ്ടാവാത്താണോ തലതിരിഞ്ഞു പോയതാണോ? ഏത് സങ്കടമാണ് ഏറ്റവും വലിയ സങ്കടം? ഉണ്ടാവാതിരിക്കുന്ന സങ്കടമാണോ വലിയ സങ്കടം? അത് ഉണ്ടായത് തലതിരിഞ്ഞു പോകുന്നതാണോ ഏറ്റവും വലിയ സങ്കടം? ലോകത്തിലെ ഏറ്റവും വലിയ മക്കളെ കുറിച്ച് ഓർത്തുള്ള സങ്കടം എന്ന് പറയുന്നത് തലതിരിഞ്ഞു പോകുന്ന മക്കളെ ഓർത്തുള്ള സങ്കടം. ഉണ്ടായില്ലെന്നുള്ളത്. ഉണ്ടാവുന്നെങ്കിൽ ചൊവ്വേന്നേരെ ഉണ്ടാവണം, അല്ലേ വേണ്ടെന്ന് വെച്ചാൽ അത്രേ ഉള്ളൂ. ഓരോരുത്തർക്കും അവരവരുടെ കർമ്മം ഇല്ല. ഞാൻ സത്യമല്ലേ പറഞ്ഞു? അറിയില്ല. അവരല്ലേ നമ്മുടെ കുഴപ്പം. നമ്മൾ ഓടി നടന്ന് സർവ വഴിപാട് നടത്തി എങ്ങനെങ്കിലും ഒരെണ്ണത്തിനെ കിട്ടിയാൽ മതി എന്ന് പറഞ്ഞാൽ ഓടുന്നത്. ഉണ്ടായി ഇങ്ങോട്ട് വന്ന് നേരെ ചോയെന്ന് നിൽക്കാൻ തുടങ്ങിയപ്പോണ്ട് കാലമടക്കി അടിക്കാൻ തുടങ്ങി. എന്തോ ചെയ്യാൻ? വീരപ്പനും ബില്ലാദിനും പുലദേവിയൊക്കെ അവരാ മുന്നോട്ട് വരുന്നത്. എന്തോ ചെയ്യാൻ പറ്റും? അപ്പൊ അതുകൊണ്ടാണ് അവനവന് അർഹതയുള്ളതാണെ വന്നു ചേരും. അതിലേക്ക് ഓടണ്ട. പ്രാർത്ഥന വേണ്ടെന്നല്ല. അത് കാലമാകുമ്പോൾ കിട്ടാനുള്ളത് തനിയെ കയ്യിൽ വന്ന് ചേരും. അതിനുള്ള യോഗ്യത അല്ലെങ്കിൽ അതിനുള്ള ആ ഒരു കർമ്മഫലം അല്ല, അതിനുള്ള അർഹത നമുക്കില്ലെങ്കിൽ പിന്നെ നമ്മൾ പിടിച്ചു പറിക്കുന്നതാ. ആ പിടിച്ചു പറിച്ചുണ്ടാവുമ്പോ ഇങ്ങനെയൊക്കെ ചിലപ്പോൾ സംഭവിക്കും. അതുകൊണ്ടാണ് സന്തതികള് സൃഷ്ടിക്കാൻ ആലോചിക്കുമ്പോൾ തന്നെ രണ്ടുപേരും വ്രതശുദ്ധിയോടുകൂടി നിൽക്കണം. വ്രത അനുഷ്ഠാനത്തോടുകൂടി വേണം സന്തതികളെ സൃഷ്ടിക്കാൻ എന്നാണ് പറയുക. നമ്മളൊന്നായ നിന്നേക്ക് 2-3 കണ്ട നിഹാന്ന് പറഞ്ഞാൽ സൃഷ്ടിക്കുന്നേ. പിന്നെ അങ്ങനെ നേരെയാവുന്നേ. പിന്നെ ചിലതുണ്ട് കേട്ടോ, കർമ്മഫലം കൊണ്ട് ചിലപ്പോ ഇനി എത്ര വ്രതാനുഷ്ഠാനത്തോടു കൂടിയൊക്കെ സൃഷ്ടിച്ചാലും ശരി, കർമ്മഫലം ചിലപ്പോൾ നമുക്ക് വലിയ ദുരിതം ഉണ്ടാക്കി വെക്കും. അത് പിന്നെ പോട്ടെ, നല്ലത് പറഞ്ഞു കൊടുത്തിട്ടും തലതിരിഞ്ഞ് പോവുകയാണെങ്കിൽ അത് കർമ്മഫലം ചെയ്യണം. നമ്മൾ നല്ലതുപോലെ പറഞ്ഞു കൊടുക്കുന്നുണ്ടാവും. ഇന്നലെ ഇവിടെ വിദ്യാഗോപാല മാത്രം നോട്ടീസ് ഉണ്ടായിരുന്നു. എന്തുമാത്രം പിള്ളേരുടെ തിരക്കായിരുന്നു ഇവിടെ. ഇതിനകത്ത് ഇരുത്താൻ സ്ഥലമില്ലാതായിട്ട് അതുപോലെ തിരക്കായിരുന്നു. ഞാനൊന്നും ആലോചിച്ച് ഇത്രയും പിള്ളേരെ ഇവിടെ കണ്ടിട്ട് പോലും ഇല്ലേ ഉച്ചക്കൊന്നും കാണാൻ. സ്കൂളുകൾ അവിടെ ആക്കിയിരുന്നു. അവസാനം പിന്നെ അമ്പലത്തിൽ നടപ്പത്തിൽ കൂടി ഇരുത്തിയിട്ടാണ് വിദ്യാഗോപാലം പൂർത്തീകരിച്ചു. അതുപോലെ തിരക്കായിരുന്നു. എന്താ കാരണം? നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് എങ്ങനെ? അതുകൊണ്ടാണ് നമ്മള് കല്യാണം കഴിച്ച ഉടൻ തന്നെ പോയി ഏറ്റവും മുന്തിയ സ്കൂളിൽ പോയി രജിസ്റ്റർ ചെയ്തിടും ഇല്ലേ? എന്തിനാ? ഡൊണേഷനും ഒക്കെ കൊടുത്ത് 1 ലക്ഷം രൂപ 2 ലക്ഷം രൂപ ഡൊണേഷനും ഒക്കെ കൊടുത്ത് ഇവിടെ കല്യാണം കഴിക്കുമ്പോഴേ പോയി രജിസ്റ്റർ ചെയ്തിടുക. എനിക്ക് ഭാര്യ പ്രസവിച്ച ആ സമയത്ത് അവിടെ അഡ്മിഷൻ കിട്ടിയില്ലേ, എന്തോ ചെയ്യും? അതിന് പോവാ. ഉണ്ടായില്ലേ 2 ലക്ഷം സ്വഹ ഒന്നാലോചിച്ചു. ഉണ്ടാവുമോ മോഹനം? നീ എഞ്ചിനീയർ ആയിരിക്കണം, നീ ഡോക്ടർ ആയിരിക്കണം. ഞാനിപ്പോഴത്തെ കുഞ്ഞുങ്ങളുടെ അവസ്ഥ ഇങ്ങനെ ആലോചിക്കുക. രാവിലെ എഴുന്നേറ്റാല് അവരുടെ 4 ഇരട്ടി വെയിറ്റുള്ള ബാഗ് വേണം തോളേല്.
അതും തൂക്കിക്കൊണ്ട് സ്കൂളിൽ ചെന്ന അവിടെ ആ ഇരിക്കുന്ന സമയം മുഴുവൻ അതുങ്ങള് തലയ്ക്ക് ഭാരമാണ്. അത് കഴിഞ്ഞ് വീട്ടിലോട്ട് വന്ന് കയറി കാലും മുഖം കഴുകി വെള്ളം കുടിച്ചില്ലെങ്കിൽ അടുത്ത ഓടി ട്യൂഷൻ. അത് കഴിഞ്ഞിട്ട് വന്ന് കയറി അവിടെ ഇരുന്നോടാമല്ലേ പഠിച്ചോടാമല്ലേ. ഇതുങ്ങൾ എവിടെ ചെന്നത് ആലോചിച്ചോക്കെ. അവസാനം എന്തിനെങ്കിലൊക്കെ അടിമപ്പെട്ട് ഭ്രാന്തനായി അവനൊരു ലഘുലഗാനവും ഇല്ലാതെ അവന്റെ ജീവിതത്തെ ഇല്ലാതെയാക്കും. എന്തുമാത്രം ഭാരമായി ഇന്നത്തെ കുഞ്ഞുങ്ങളുടെ തലയ്ക്കകത്ത് കൊടുക്കണമെന്ന് അറിയാമോ? അമ്മയ്ക്കും അച്ഛനും എങ്ങനെയെങ്കിലും അപ്പുറത്തെ ഗോമതിയുടെ മോൻ പോകുന്നതിനേക്കാൾ 1 ഇഞ്ച് മുകളിലോട്ട് എന്റേത് പോകണമെന്ന് പറഞ്ഞ് കുത്തിക്കയറ്റുക സുരക്ഷയാക്കുന്നു. കുട്ടികൾക്ക് അവനെ കണ്ടുപടിയല, അവനെ കണ്ടിട്ട് എന്തോ പഠിക്കാന് ആലോചിച്ച് നോക്കൂ. ഒരു കണക്കിലേക്ക് നമ്മളൊക്കെ പഠിച്ച കാലം ഭാഗ്യകാലം അല്ലേ? നമുക്ക് ട്യൂഷനും ഇല്ലായിരുന്നു. പഠിച്ചെങ്കിൽ പഠിച്ചു, ഇല്ലെങ്കിൽ ഇല്ല. സ്വസ്ഥ. ഞാനൊക്കെ 2 കൊല്ലമൊക്കെ 10ാം ക്ലാസ്സിൽ പഠിച്ചത്. കാരണം ആദ്യത്തെ വർഷം പഠിച്ചത് പോരാതെ തോന്നിയിട്ട് ഒന്നുകൂടെ ഉറപ്പിച്ച് പഠിക്കാനൊക്കെ ഇറങ്ങി. അവിടെ നിന്ന് ഇവിടെ വന്നിങ്ങനെ ഇരിക്കുന്നു. വീട്ടിലൊരു പ്രശ്നവും ഇല്ലായിരുന്നു. ഇപ്പോഴത്തെ പിള്ളേർക്ക് ഒരു മാർക്ക് പറഞ്ഞാൽ, ഒരു പ്ലസ് പറഞ്ഞാൽ അതിന്റെ ജന്മം ആലോചിച്ച് നോക്കിയ തലവരെ അതിനെ ജീവനോടെ വെച്ചേക്കും അമ്മയും അച്ഛനും കൂടെ. കുഞ്ഞുങ്ങളൊക്കെ ഭ്രാന്ത് പിടിച്ചില്ലെങ്കിലേ അതിശയമുള്ളൂ. അതുകൊണ്ടൊക്കെ കുഞ്ഞുങ്ങളുടെ സ്വഭാവം അത്ര വൈകൃതമായിട്ട് വരിക. എന്ത് പറയണമെന്നറിയത്തില്ല, ആരോടെങ്ങനെ പെരുമാറണമെന്നറിയത്തില്ല. ഒരിടത്ത് ചെന്നാൽ അവിടുത്തെ സാഹചര്യം അനുസരിച്ച് നീങ്ങാൻ അറിഞ്ഞുകൂടാ. എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നം വന്നാൽ അതിനെ തരണം ചെയ്യാൻ അറിഞ്ഞുകൂടാ. അപ്പോഴേ പോയി ആത്മഹത്യ ചെയ്തേക്കുക. വിദ്യാഭ്യാസമായി മാറിയതിന്റെ ഗുണം. കാരണം നിസ്സാരമായ ഒരു പ്രശ്നം പോലും അതിനെ എങ്ങനെ തരണം ചെയ്യണമെന്ന് വീട്ടിലും അച്ഛനും അമ്മയും പഠിപ്പിക്കണില്ല. പഠിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും അത് പഠിപ്പിക്കണില്ല. അതുകൊണ്ട് കുഴപ്പം എന്താ വെച്ചാൽ അതുങ്ങൾക്ക് പെട്ടെന്ന് ചെയ്യാൻ തോന്നുന്ന ഒന്നാണ് പോയി ആത്മഹത്യ ചെയ്യാം. കഴിഞ്ഞ കൊല്ലം മറ്റാണ് നമ്മുടെ ഇവിടെ ഫാത്തിമാപുരത്ത് ഒരു പെൺകുഞ്ഞ് മൊബൈൽ വാങ്ങിക്കൊടുത്തില്ല എന്നൊരൊറ്റ കംപ്ലൈന്റ് പുറത്ത് 9ാം ക്ലാസ്സുകാരി തൂങ്ങിയത്. ആലോചിച്ചു. മനസ്സപ്പ കുഞ്ഞുങ്ങളുടെയൊക്കെ മനസ്സ് എത്രമാത്രം വൈകൃത അവസ്ഥയിലേക്കാണ് പോണതെന്ന് ആലോചിച്ചാൽ മതി. കാരണം ഈ പഠന ഭാരം ഇങ്ങനെ ഓതി കയറ്റിക്കൊടുത്ത് അതുങ്ങൾക്ക് ഒന്നിനെയും തരണം ചെയ്യാൻ, ഒരു പ്രശ്നത്തെ ഫേസ് ചെയ്യാനുള്ള ഒരു മാനസികമായ ദൃഢതയില്ല. അത് നമ്മളാരും കുഞ്ഞുങ്ങളുടെ ജീവിതം നോക്കുന്നില്ല. ആകപ്പാടെ ഒറ്റ നോട്ടമുള്ളൂ, എങ്ങനെയെങ്കിലും കാശുണ്ടാക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു തലത്തിൽ എത്തിക്കണം. ഇവിടെ നിങ്ങൾ കണ്ടോ എത്ര കുഞ്ഞുങ്ങളെ കൊണ്ട് ഇവിടെ ഉണ്ട്. ഏതെങ്കിലും ഒരു കുഞ്ഞിനെ ഇതിനകത്ത് കയറ്റി ഒരു തുണിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ഒരു കുഞ്ഞൊരു ക്ഷേത്രത്തിൽ വന്നാൽ അതിന് എങ്ങനെ അവിടെ ചെന്ന് തൊഴണമെന്ന് പോലും ആകെപ്പാടെ നമ്മൾ പഠിപ്പിച്ച ഒറ്റ കാര്യമുള്ളൂ. ഒരു രൂപ എടുത്തു കൊടുത്തേച്ച് ഇത് മാത്രം ആകെപ്പാടെ പഠിപ്പിച്ചത്. പിന്നെ ഒന്ന് പഠിപ്പിച്ചതാണ് നെഞ്ചലുടി വായിലുടി. ഇത് രണ്ടും അല്ലാതെ നമ്മൾ കുഞ്ഞുങ്ങളെ എന്ത് പഠിപ്പിച്ചിട്ടുണ്ട്? അപ്പൊ മുതിർന്നവരും അങ്ങനെ അവിടെ ചെല്ലുന്നതാണ്. വായിലോട്ട് പോയത് നെഞ്ചത്ത് തുടങ്ങിയതാണോ അതോ നെഞ്ചത്ത് തടങ്ങിയിരിക്കുന്ന പുറത്തോട്ട് വരുമെന്നാണ്? എന്താ ഇങ്ങനെ തോണ്ടുന്നതാണ്. എന്താണെന്ന് അറിഞ്ഞുകൂടി തൊഴുവ ക്ഷേത്രത്തിൽ ദർശനം നടത്തുക. ഏത് സംസ്കാരമെന്ന് എനിക്ക് മനസ്സിലാവാതെ. നമുക്ക് ക്ഷേത്രത്തിൽ ചെന്ന സംസ്കാരം 2 രീതിയിലേ തൊഴിലുള്ളൂ. ഒന്നിൽ ഇത് അല്ലെങ്കിൽ ഇത്. അല്ല നെഞ്ചത്തിരി വായിക്കണി. പിന്നെ ജീവിതം നെഞ്ചത്തിരിച്ച് പോകുന്നതായോണ്ടായിരിക്കും ചിലപ്പോൾ ഇതാണ് എന്റെ ജീവിതം, എന്റെ അമ്മച്ചെന്ന് പറയുന്നതായിരിക്കും ചിലപ്പോൾ. സത്യത്തിൽ അതിശയം തോന്നും. അതുകൊണ്ട് ഇവിടെ അദ്ദേഹം ഒരു പുത്രനുണ്ടാവാനായിട്ട് വേണ്ടതായ പ്രാർത്ഥനകളും കാര്യങ്ങളും ഒക്കെ നടത്തി. അപ്പൊ മുതിർന്നവരുടെ നിർദ്ദേശാനുസരണം ഒരു പുത്രകാമ ഇഷ്ടി നടത്താൻ തീരുമാനിച്ചു. അപ്പൊ ഈ യാഗങ്ങൾ നടക്കുമ്പോൾ അവിടെ
വേദമന്ത്രങ്ങളൊക്കെ ഉരുവിടണം. യാഗങ്ങൾ നടക്കുമ്പോൾ മാത്രമല്ല, യജ്ഞങ്ങൾ നടക്കുമ്പോഴും അവിടെ വേദമന്ത്രങ്ങളൊക്കെ ഉരുവിടണമെന്നാണ്. പിന്നെ ഭാഗവതാദി പുരാണങ്ങളായതുകൊണ്ട് വേദമന്ത്രങ്ങൾ തന്നെ ആയതുകൊണ്ട് വേറെ പ്രശ്നങ്ങളൊന്നും അവിടെ ഇല്ല. അപ്പോ ആ വേദമന്ത്രങ്ങള് ഉരുവിടാനായിട്ട് ഗോപികൻ എന്ന് പറയുന്ന ഒരാളിനെ കൊണ്ടുവന്നു. മന്ത്രങ്ങൾ ഉച്ചരിക്കുമ്പോൾ അതിന് അതിൻ്റെതായ ഒരു രീതിയുണ്ട്. ആ രീതിക്ക് വേണം ഉച്ചരിക്കാൻ, അല്ലെങ്കിൽ അതിന് ആ ഒരു ഗുണഫലം ഉണ്ടാവില്ല. നമ്മളൊക്കെ വലിയ ഗുണഫലമൊന്നും കിട്ടാതെ നമ്മളൊക്കെ ജപിക്കുന്നത് ആ തരത്തിലായതുകൊണ്ടാണ്. നമ്മളെയൊക്കെ മന്ത്രങ്ങളൊക്കെ നമ്മളെ ഇപ്പം യൂട്യൂബ് വഴിയൊക്കെ അല്ലേ നമ്മൾ മന്ത്രം പഠിച്ച് ജപിക്കുന്നേ അല്ലേ? കാസറ്റിലും കിട്ടും, ഇപ്പോ യൂട്യൂബിലും കിട്ടും. ഇതൊക്കെ കേട്ടേച്ച് എന്താണെന്ന് അറിയത്തില്ല. അത് നമുക്ക് ഗുണം ചെയ്യുന്നതാണോ എന്നറിയില്ല, നമുക്ക് ദോഷം ചെയ്യണമെന്ന് അറിയില്ല. ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയും, അതെല്ലാം കേട്ട് നമ്മളങ്ങ് ജപിക്കുക. അതെങ്ങനെയാ ജപിക്കേണ്ടതെന്ന് വല്ല നിശ്ചയമുണ്ടോ? അതും ഇല്ല. ഇപ്പൊ എല്ലാവരും ഗായത്രി മന്ത്രം ജപിക്കുന്നവരല്ലേ? എല്ലാവരും ജപിക്കില്ലേ? ഇങ്ങനെ ജപിക്കുക. ഓം ഭൂർഭുവസ്വ തത്സവിതുർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോന പ്രചോദയാത്. കൂടുതൽ ആൾക്കാർ ജീവിക്കുന്നത് എങ്ങനെയാ? ധിയോ യോന പ്രചോദയാത്. ഒരു കാലത്തും ബുദ്ധി ഉണരുകയില്ല. നമ്മൾ ജയിക്കുന്ന പോലെ അല്ല ജയിക്കേണ്ടത്. അതിന് നീറ്റലും കുറുക്കലും ഒക്കെ ഉണ്ട്. ഋഗ്വേദത്തിലെ മന്ത്രമാണ്. അതിന് നീട്ടലും കുറുക്കലും ഒക്കെ ഉണ്ട്. എനിക്ക് പറഞ്ഞുകൂടാ ഞാൻ. ഓം അങ്ങനെയൊക്കെ നീട്ടും കുറുക്കൊക്കെ ഉണ്ട്. അതുപോലെ ജപിക്കുമ്പോഴാണ് അതിന്റെ പൂർണ്ണമായ ആ മാത്ര എന്ന് പറയുന്നത്. ആ മാത്രയ്ക്ക് അനുസൃതമായിട്ട് ജപിക്കുമ്പോഴാണ് അതിന്റെ പൂർണ്ണ. നമുക്കൊന്നും തലതിരിഞ്ഞ് നമ്മളെ ഒന്നും കിഡ്നി വർക്ക് ചെയ്യാത്ത എന്താണ്? നമ്മൾ ഈ ധിയോ യോന പ്രചോദയാ ധിയോ യോന പ്രചോദയാന്ന് പറഞ്ഞിരിക്കുന്നുണ്ട്. അതുകൊണ്ട് ആ മന്ത്രങ്ങളൊക്കെ ഗുരുമുഖത്തൂന്ന് പഠിച്ച് ജപിക്കണം എന്ന് പറയുന്നതിന്റെ കാരണം. പ്രത്യേകിച്ച് മഹാമന്ത്രങ്ങളൊക്കെ കസരയില്ലേ? മഹാമന്ത്രങ്ങളൊക്കെ ഗുരുമുഖത്തൂന്ന് പഠിച്ച് വേണം ജപിക്കാൻ. ആ ഇരിക്കുമ്പോ 2-3-4 കസാര എടുത്ത് ഫ്രണ്ടിലോട്ട് ഇട്ടേച്ചെത്തിരിക്കുകയാണെങ്കിൽ ഈ തലയുടെ മണ്ടയ്ക്കൂടെ പൊക്കേണ്ട വല്ല കാര്യമുണ്ടോ? എടുത്തോണ്ട് എവിടെ പോന്നെ? അകത്തി കിടക്കുന്ന കസാര എടുത്തോണ്ട് പുറത്തോട്ട് പോവാ. അകപ്പാടെ 400 പേരെ ഉള്ളൂ. അവര് പുറത്തു പോയാൽ ഞാൻ പിന്നെന്തോ ചെയ്യുന്നു? മതി, പോട്ടെ, എവിടെയെങ്കിലും ഒക്കെ ഇരുന്നാ മതി. അപ്പോ അതുകൊണ്ട് യാഗം നടത്തി പുത്രൻ ഉണ്ടാവാൻ വേണ്ടി യാഗം നടത്തുക. അതിന് ആ പുത്രകാമാഷ്ടി എന്ന് പറയുക. അപ്പോ ആ യാഗം നടത്തി അതിനകത്ത് ജപിക്കാനായിട്ട് വേദമന്ത്രങ്ങൾ ജപിക്കാനായിട്ട് കൊണ്ടുവന്ന ആളാണ് ഗോപികൻ. അദ്ദേഹം ഇങ്ങനെ മന്ത്രം ജപിക്കുന്നതിനിടയ്ക്ക് തൊണ്ടയ്ക്കൊന്ന് കുരുക്ക് വീണുന്നാണ്. നാവൊന്ന് ഉളുക്കി. ചിലപ്പോ നമ്മൾ ജപിച്ചോണ്ടിരിക്കുമ്പോ അറിയാതെ നമ്മുടെ നാവിൽ ഉമ്മുനീരില്ലേ വായില്. ഇപ്പൊ എന്ത് ചെയ്യും? ആ മന്ത്രം ഒന്ന് മുറി. മന്ത്രം ജപിക്കുമ്പോ മുറിയരുതാത്ത മന്ത്രം ഒന്നും മുറിയാൻ പാടില്ല എന്നാണ്. നമ്മളൊക്കെ ലളിതാ സഹസ്രനാമൊക്കെ ജപിക്കുന്ന കേട്ടാൽ ലളിത പരമേശ്വരി ഇരുന്നിട്ട് അപ്പോഴേ അവിടുന്ന് വണ്ടി വിടും. അല്ലേ? നമുക്ക് തോന്നുന്നുണ്ടോ നമ്മൾ ജീവിക്കുന്നത് കറക്റ്റാന്ന്? എവിടൊക്കെ കൊണ്ടാ മുറിക്കുന്നതെന്ന് തമ്പുരാന് മാത്രമേ അറിയത്തുള്ളൂ. ശ്വാസം കിട്ടുന്നിടത്ത് വെച്ചങ്ങ് മുറിക്കും, അല്ലേ പോകുന്നിടത്ത് വെച്ചങ്ങ് മുറിക്കും. ലളിതാസഹസ്രനാമത്തിൽ മുറിച്ചു ചൊല്ലാൻ പാടില്ലാത്ത അനേകം മന്ത്രങ്ങളുണ്ട്. ഒറ്റ ശ്വാസത്തിൽ ചൊല്ലേണ്ട മന്ത്രങ്ങളുണ്ട്. 22 എണ്ണം. 72 എണ്ണമുണ്ട്. ഒറ്റ ശ്വാസത്തിൽ ജീവിക്കണം. നമ്മളെവിടെ എവിടെല്ലാം ചമ്പകാശോക പുന്നാക സൗഗന്ധികര സത്കജ ഗുരുവിന്ദമണി ശ്രേണി കനത്കോടീര മണ്ഡിത അഷ്ടമി ചന്ദ്ര വിഭ്രാജ ദളിക സ്ഥല ശോഭിത. ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ജപം.
അല്ലേ? ശരിക്കും നമുക്കൊന്നും ലളിതാ സഹസ്രനാമം ജപിക്കാൻ ഒരു യോഗ്യതയില്ല എന്ന സത്യത്തിൽ. ഒരിക്കലും ഒരാൾ എന്നോട് പറഞ്ഞത്, ഗുരുമുഖത്തുനിന്ന് പഞ്ചാക്ഷരി ഉപദേശമായി സ്വീകരിച്ച് അക്ഷരലക്ഷം ജപിച്ച് അക്ഷരലക്ഷം ഹോമിച്ച് അതിന്റെ പകുതി തർപ്പണം ചെയ്ത് കഴിഞ്ഞെങ്കിൽ മാത്രമേ ഓം ശ്രീ മാത്രേ നമ എന്ന് പറയാൻ അർഹതയുള്ളൂ. നമ്മൾ എന്തോ തർപ്പിച്ചിട്ട? അതുകൊണ്ടാ നാളെ നമ്മൾ എങ്ങോട്ട് പോവുക? ോടങ്ങ് പോവാ. കാരണം ഇതൊക്കെ ചോദിച്ചാൽ മുകളിലേക്ക് ജീവിതമാർഗം ഉയരേണ്ടത് നമ്മളെല്ലാം താഴോട്ട് വന്നിട്ട് കാരണം അതുകൊണ്ടാണ്. കാരണം ഒന്നും വേണ്ടവണ്ണല്ല നമ്മൾ ചെയ്യണത്. എന്തോ നമ്മളൊക്കെ ചെയ്തു പോയില്ല. എന്താ പറയാ, എന്തിനൊക്കെയോ വേണ്ടി ഏതാണ്ടൊക്കെയോ ഒന്ന് ചെയ്യുവോ. പിന്നെ കുറെ കാശുണ്ട്, അതുകൊണ്ട് എന്നെ ആരും ഒന്നും ചെയ്യാനില്ല, എനിക്കാരുടെ ഔദാര്യം വേണ്ട, ഞാൻ ആരെ പേടിക്കാന്, അവൻ എന്നെ എന്നാ പേടിപ്പിക്കാന് എന്നൊക്കെ വിചാരിച്ച് മസിലും പെരുപ്പിച്ചങ്ങ് നടക്കുക. ഒരു കിളുന്തം പനി വന്നാ മതി, ഒരു വഴിക്കോട് ഒഴുകിപ്പാൻ പോരെ, അതൊക്കെ ഉള്ളൂ. പക്ഷെ നമ്മൾ വല്ലതും ചിന്തിക്കൂ, അകത്തോട്ട് പിടിക്കുന്ന സാധനം പുറത്തോട്ട് വന്നില്ലെങ്കിൽ കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ. എത്ര കോടി ഉണ്ടെങ്കിലും എത്ര കോടി ഇല്ലെങ്കിലും 2 കോടി ഉറപ്പാ, അല്ലേ? 2 കോടി എന്തായാലും ഉണ്ട്. ഒന്ന് വീട്ടുകാരുടെ ചിട്ടയ്ക്ക് കിട്ടി, ഒന്ന് സമുദായത്തിന്റെ കിട്ടിയെങ്കിൽ കിട്ടി. അത് തന്നു വിടുവോ? എവിടെ അങ്ങോട്ട് വെക്കുന്നത്? അന്നേരം അത് വലിച്ചു മാറ്റി അവര് അടുത്ത വെക്കും, ഇല്ലേ? അപ്പൊ പിന്നെ എന്തോ കണ്ടിട്ടാ ഗുരുവായൂർ ദേശം വന്നിട്ട് പട്ടം കെട്ടിയിട്ട് ഇറങ്ങി വരുന്നവരെ നമ്മൾ നടക്കുന്നത്. ഇതൊന്നും ശാശ്വതമായി നിലനിൽക്കുന്നതേയല്ല. എത്ര ലക്ഷങ്ങളും കോടികളും സമ്പാദിച്ചു വാരിക്കൂട്ടിയിട്ടാലും ഇത് ഇവിടെ വരെ വാരി കൊണ്ടുവരുന്നത് ഇതിനകത്തേക്ക് പോകണമെങ്കിൽ പോലും അതിനുള്ള ഒരു യോഗം ഉണ്ടാവണം. അല്ലെ ഇവിടെ വരെ വാരിക്കൊണ്ട് വരാൻ ചിലപ്പോ ഇവിടെ വരെ വാരിക്കൊണ്ട് വരുമ്പോഴായിരിക്കും ഒന്ന് ചുമച്ചു, കൈ ഇങ്ങനെ ഇരിക്കും, വാ പൊളിഞ്ഞു ഇരിക്കും, പക്ഷെ എന്തോ ചെയ്യത്തില്ല. ഇതകത്തോട്ട് പോകുന്നത് കാരണം ആ ഒരു ചുമയെ തീർന്നു. മനസ്സിലാവണുണ്ടോ പറയണേ? അതുകൊണ്ട് ഒന്നും കണ്ടിട്ട് അഹങ്കരിക്കണ്ട. നമുക്കൊക്കെ ചില ധാരണയുണ്ട്, നമുക്ക് പിന്നെ ധനമുണ്ട്, അധികാരമുണ്ട്, ആൾബലമുണ്ട്, അല്ലെങ്കിൽ അതുണ്ട് ഇതുണ്ട് എന്നൊക്കെ തോന്നും. പക്ഷെ ഇതൊന്നും അധികകാലം നിലനിൽക്കണമല്ല. പ്രത്യേകിച്ച് അധർമ്മത്തിൽ കൂടി സമ്പാദിക്കുന്നതാണെങ്കിൽ അതൊരു കാലത്തും നിലനിൽക്കില്ലെന്ന് മാത്രമല്ല, ഒരു തലമുറയ്ക്ക് പോലും അനുഭവിക്കാനുള്ള യോഗവും ഉണ്ടാവില്ല. മുമ്പേ മകന് അച്ഛൻ പറഞ്ഞു കൊടുത്ത് കേട്ടായിരുന്നു, ധർമ്മസ്ഥിതിയിൽ മാത്രമേ ധനം ആർജിക്കാവൂ, അവനവൻ അർഹതയുള്ളത് മാത്രമേ സമ്പാദിക്കാവൂ, അല്ലാതെ വാരിക്കൂട്ടി വെച്ചിട്ട് ഉണ്ണാമെന്ന് വിചാരിച്ചാൽ ഉണ്ണാൻ സാധ്യമായി എന്ന് വരില്ല. ഒരുവന്റെ കണ്ണീര് വീണ ഒരു വറ്റ് നമ്മുടെ ഉള്ളിൽ ചെന്ന് പോയിട്ടുണ്ടെങ്കിൽ അതിന് കണക്ക് പറയേണ്ടി വരും, യാതൊരു സംശയം വേണ്ട. അത് ചിലപ്പോ സന്തതികളിൽ കൂടി ആയിരിക്കും അത് അനുഭവിച്ച് നമുക്ക് നീറേണ്ടി വരിക. അതിന്റെ അനുഭവിക്കുന്ന സന്തതികളായിരിക്കും. നീ ചെയ്തു വെക്കുന്നതിന്റെ പ്രവൃത്തിയുടെ ഒരു ഫലം ചിലപ്പോൾ സന്തതികളിൽ കൂടി നീ അനുഭവിക്കുക. കാരണം നിന്റെ കൈ മുറിഞ്ഞാൽ ഇത്ര വേദനയുള്ളൂ, നമ്മൾ സഹിക്കും, ഇല്ലേ? പക്ഷെ മക്കളെ കൈ മുറിഞ്ഞാലോ സഹിക്കുമോ നമുക്ക്? ഇല്ല. അതുകൊണ്ട് അവിടെ നിന്നായിരിക്കും പിടുത്തം വീഴുക. അതുകൊണ്ട് ധനം സമ്പാദിക്കുമ്പോൾ വളരെ സൂക്ഷിച്ചേ സമ്പാദിക്കാവൂ. തനിക്ക് അർഹതയില്ലാത്ത ഒരു നാണയം പോലും തന്റെ കൈകളിലില്ല എന്ന് ഉറപ്പ് വരുത്തണം.
ഒരന്നം ഉണ്ണുമ്പോൾ തനിക്ക് അർഹതയുള്ളതാണോ എന്ന് ആലോചിച്ചിട്ടേ ഉണ്ടാവൂ. താൻ എന്തെങ്കിലും അങ്ങോട്ട് ആർക്കെങ്കിലും കൊടുത്തിട്ടാണോ താൻ ഈ ഒരു അന്നം ഉണ്ണുന്നത് എന്ന് ചിന്തിക്കണം. കൊടുക്കാൻ കഴിയാത്തവൻ എടുക്കാൻ അവകാശമില്ല. അങ്ങനെയൊക്കെ ഉണ്ണുന്നവണ്ടാ മുഴുവൻ എന്താ ഇപ്പം ഷുഗറ്, പ്രഷറ്, കൊളസ്ട്രോള്, പിന്നെ ഏതൊക്കെ ഉണ്ടോ അതെല്ലാം ഉണ്ട്. കാരണം എന്താ? കൊടുക്കാതെ എടുക്കുന്നതിൻ്റെയാ. പിടികിട്ടണുണ്ടോ? അതുകൊണ്ട് ഉച്ചയ്ക്ക് 1 കിലോ അരിയുടെ ചോറ് മേടിച്ചുണ്ടുമ്പോ 1/2 കിലോയെങ്കിലും ഇവിടെ കൊണ്ട് കൊടുത്തിട്ട് നമ്മൾ 9 ദിവസം കൊണ്ട് എത്ര കിലോ അരിയുടെ ചോറുണ്ടു? പണ്ടത്തെ പോലെ വയ്യുന്ന എന്താ കഴിക്കാൻ മേല. ഞാൻ ആലോചിക്കുന്ന അപ്പൊ പണ്ട് എന്താ പറയുന്ന സ്ഥിതി ഇപ്പോഴത്തെ ഇതാവസ്ഥയെങ്കിൽ പണ്ടത്തെ സ്ഥിതി എന്തായിരുന്നു ഞാൻ ചിലപ്പോ ആലോചിക്കാറ്. അതിനാണ് ഈശ്വരൻ നമുക്ക് ഓരോന്നും തന്നിരിക്കുന്നത്. ഒരു കൈ കൊണ്ട് വാങ്ങുമ്പോ അടുത്ത കൈ കൊണ്ട് കൊടുക്കാൻ നമ്മള് തയ്യാറാവണം. മുഴുവൻ കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിലും കുറച്ചെങ്കിലും നമ്മൾ കൊടുക്കാൻ നമുക്ക് സാധ്യമാവണം. ഇവിടെ ഇങ്ങോട്ട് കിട്ടുമെന്ന് ഉറപ്പുള്ളിടത്ത് മാത്രമേ നമ്മൾ എന്തും കൊടുക്കും, ഇല്ലേ? ഞാൻ ചിലപ്പോ ആലോചിക്കും വല്യമ്മയൊക്കെ കടുപ്പായസൊക്കെ ഉണ്ടെന്നതിന്റെ രഹസ്യം എന്താന്ന് വെച്ചാല് തിരിച്ചു കിട്ടുമെന്ന് ഉറപ്പുള്ളതുകൊണ്ടാ, ഇല്ലേ? ഇവിടെ എത്ര രൂപ കടുപ്പായസത്തിന്? നടത്തുന്നവർക്കല്ലേ അറിയത്തുള്ളൂ. 60 ആണോ? 60 രൂപ. 60 രൂപ കൊടുത്ത് നമ്മൾ കടുപ്പായസ 1/4 ലിറ്ററോ 1/2 ലിറ്ററോ എത്ര? അങ്ങനൊന്നുമില്ല, ഒരു പാത്രം. ഈ 60 രൂപ കൊടുത്ത് കടുപ്പായസം നടത്തിയാൽ നമ്മൾ എത്ര ലിറ്ററിന്റെ വലിയ തൂക്കമായിട്ടാണ് വരുന്നത് പായസം മേടിക്കാൻ? മിനിമം 4 ലിറ്ററിന്റെ വലിയ തൂക്കമായിട്ടാണ് നമ്മൾ വരിക, ഇല്ലേ? അല്ല, ഇവിടുത്തെ കാര്യം അല്ല ഞാൻ പറയണേ, ഓരോരുത്തരത്തെ കാര്യം പറയണതാ. അതിനകത്ത് കാത്തി ഇടുമ്പോ ഇത്ര കുറഞ്ഞു പോയാൽ എന്തോ ചോദിക്കും, എന്തോന്നാ 60 രൂപ അങ്ങോട്ട് മേടിച്ചതല്ലയോ, എന്നാലും ഇങ്ങനെയുണ്ടോ മനുഷ്യന്? ഇപ്പൊ ദിവസത്തിന് ദിവസം കുറഞ്ഞു 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 വരുവാണല്ലോ മാനേയരെ എന്ന് ചോദിക്കും. അല്ലെ തിരുമേനി ചോദിക്കും, ഇല്ലേ? ആണോ അല്ലയോ? ഞാൻ ആലോചിക്കുന്ന അകത്ത് കൃഷ്ണേട്ടനാ പായസം അവിടെ കൊണ്ടുവച്ചു നടയടച്ച് ഇറങ്ങി പോരുമ്പോ എങ്ങാണും വല്യമ്മ ഇറങ്ങി അത് തിന്നാൽ അന്നത്തേതോടുകൂടി അവരുടെ കടുപ്പായസം തീറ്റി നിൽക്കും. എന്താ കാരണം? നമ്മൾ അന്ന് മുതൽ പിന്നെന്ത് നടത്തൂല, കടുംപായസം വഴിപാട് നടത്തൂല. എന്താ കാരണം? കൊടുത്താൽ തിരിച്ചു കിട്ടത്തില്ല. അതുകൊണ്ട് നമുക്ക് തിരിച്ചു കിട്ടില്ല എന്ന് ഉറപ്പുള്ളിടത്തൊന്നും നമ്മൾ എന്ത് ചെയ്യില്ല, കൊടുക്കാൻ നിൽക്കില്ല. കൊടുക്കുവോ? 100 രൂപ കൊടുത്താൽ തിരിച്ചു വരാത്തവർ പിന്നെ 100 രൂപ കൊടുക്കുവോ? കൊടുക്കത്തില്ല. പിന്നെ അവരെ പറയും, അയ്യോ ഇന്ന് രാവിലെ ആടി എന്റെ കയ്യിലുണ്ടായിരുന്നു, എടുത്ത് ഞാൻ ഒരു 10 മിനിറ്റ് മുമ്പ് വന്നായിരുന്നെങ്കിൽ അപ്പൊ അതുകൊണ്ട് ഇവിടെ മന്ത്രം ജപിച്ചപ്പോ ആ മന്ത്രത്തിനൊരു മുറിവ് സംഭവിച്ചു എന്നാണ്. അത് കേട്ട ദേവദത്തൻ അതിയായിട്ട് ഗോപിലനോട് കോപിച്ചു. മുറിച്ചു കൊല്ലാൻ പാടില്ലാത്ത മന്ത്രം മുറിച്ചു ചൊല്ലിയതിന് ദേഷ്യപ്പെട്ടു. ഗോപിലനും ദേഷ്യം വന്നു. ഗോപിലൻ പറഞ്ഞു, അറിയാതെ പറ്റിയ ഒരു അബദ്ധത്തിൽ ഇത്രമാത്രം രൂക്ഷമായിട്ട് എന്നെ പറയേണ്ട കാര്യം എന്തായിരുന്നു? അതുകൊണ്ട് ഞാനിതാ നിന്നെ ശപിക്കണു, നിനക്കുണ്ടാവുന്ന പുത്രൻ മൂർഖനായി പോകട്ടെ എന്ന് ശാപം. ആലോചിച്ചു.
ഉണ്ടാവാതിരുന്നിരുന്ന് സങ്കടപ്പെട്ട് ഒരെണ്ണം ഉണ്ടാവാൻ വേണ്ടി കാശും മുടക്കി യാഗം നടത്തിയപ്പോ അതുണ്ടാവാൻ പോണത് എങ്ങനത്തെയാണ്? മൂർഖനാണ്. മൂർഖനാണെന്ന പാമ്പാണെന്നല്ല അർത്ഥം. ദുഷ്ട സ്വഭാവമുള്ളവൻ, സമൂഹത്തിനും കുടുംബത്തിനും ദ്രോഹിയായിട്ട് തീരുന്നവൻ, അവനെയാണ് വിളിക്കുക മൂർഖൻ എന്ന് വിളിക്കുക. അങ്ങനെയുള്ളവരെയാണ്. അപ്പോ ദേവദത്തിന് സങ്കടം വന്നു. പറഞ്ഞു, ഉണ്ടാവാതിരിക്കുന്നതിൽ സങ്കടമുണ്ട്, പക്ഷേ ഉണ്ടാവണത് മൂർഖനാണെങ്കിൽ അതിലും വലിയൊരു സങ്കടം ഒരു മാതാപിതാക്കന്മാർക്ക് ഉണ്ടാവാനില്ല. അതുകൊണ്ട് അങ്ങ് ഈ ശാപത്തെ പിൻവലിക്കണം, ശാപമോക്ഷം തരണമെന്ന് പ്രാർത്ഥിച്ചു. പറഞ്ഞ വാക്കുകളെ തിരിച്ചെടുക്കാൻ പറ്റൂല. അതുകൊണ്ട് ഒരു അനുഗ്രഹം തരാം, കാലങ്ങൾക്ക് ശേഷം അവൻ മഹാജ്ഞാനിയായി തീരും എന്ന് അനുഗ്രഹിച്ചു. അങ്ങനെ യാഗമൊക്കെ കഴിഞ്ഞു. ഒരു ആൺകുട്ടി പിറന്നു. എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങിയതാണ് നാട്ടുകാർക്ക് ദുരിതം. കൂട്ടത്തിലുള്ള പിള്ളേരെയൊക്കെ പിടിച്ച് കിടക്കി തള്ളുക, അവരെ വെറുതെ അടിക്കുക. അങ്ങനെ ഏതെല്ലാം തരത്തിൽ ആ നാട്ടിലുള്ളവർക്ക് ദുരിതം ഉണ്ടാക്കാമോ അത്തരത്തിലെല്ലാം നാട്ടിൽ ദുരിതം ഉണ്ടാക്കി വെച്ചു. എല്ലാവരും ശപിക്കാൻ തുടങ്ങി. അങ്ങനെ അച്ഛനും സങ്കടമായി, അച്ഛനും ശപിക്കാൻ തുടങ്ങി. അങ്ങനെ ഓരോ ദിവസം കഴിയുമ്പോൾ ഈ ശാപവാക്കുകൾ കേട്ടാണ് വളർന്നു വരിക. അവസാനം സഹിക്കാൻ വയ്യാതെ കാട്ടിലേക്ക് പോയി. അങ്ങനെ കാട്ടിൽ ചെന്ന് ഇരുന്ന് ആലോചിച്ചു, ഞാൻ എന്താ ഇങ്ങനായി പോയേ? നമ്മളൊക്കെ ഒന്ന് ചിന്തിക്കേണ്ടതാ. ഞാൻ എന്താ ഇങ്ങനായി പോയേ? കാരണം സർവരാലും ശപിക്കപ്പെട്ട ഒരു ജന്മം ഒരു മനുഷ്യനെ കണ്ണെടുത്താൽ കണ്ടുകൂടാ. ഇങ്ങനൊരു ജന്മം തനിക്ക് എന്തിനാ കിട്ടിയത് എന്ന് ആലോചിച്ചു. എന്നിട്ട് തീരുമാനിച്ചു, ഇന്നു മുതൽ ഞാൻ ആരോടും ഒരു അക്ഷരവും മിണ്ടില്ല. ഇനി പറഞ്ഞാൽ സത്യമല്ലാത്തതൊന്നും ഞാൻ പറയുകയുമില്ല എന്നൊരു തീരുമാനമെടുത്തു. ഏറ്റവും വലിയ വ്രതം ഏതാണ്? വ്രതങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ വ്രതം മൗനവ്രതമാണ്. എത്ര പേർക്ക് ഇരിക്കാൻ പറ്റും? ഒരു 3 ദിവസം ഒരക്ഷരവും ആരോടും പറയാതിരിക്കാൻ പറ്റുന്ന ഒരു ദൈവം എത്ര പേരുണ്ടെന്ന്? ഒരക്ഷരവും മിണ്ടരുത്. എന്ത് വന്ന് ചോദിച്ചാലും മിണ്ടരുത്. മിണ്ടതില്ല, ഉറപ്പാ. എന്നാ പിന്നെ വേറെ ഒന്നിനും പോകണ്ട, മൗനവ്രതം നടത്തണം. 24 മണിക്കൂർ ഒരു അക്ഷരവും മിണ്ടാതെ ഈശ്വരനെ മാത്രം ധ്യാനിച്ചിരിക്കാൻ കഴിയുമെങ്കിൽ മറ്റുള്ള 10 വ്രതം എടുത്തതിന്റെ ഫലം ചെയ്യുന്ന ഒരു മൗനവ്രതം. മിണ്ടാതിരുന്നാൽ മാത്രം പറയാം, മനസ്സിൽ ചീത്ത പിടിച്ചോണ്ടിരിക്കരുത്. ഈശ്വരനെ ധ്യാനിച്ചോണ്ടിരിക്കണം. ഈശ്വര ചിന്ത അല്ലാതെ മറ്റൊന്നും ഉള്ളിൽ ഉണ്ടാവാൻ പാടില്ല ആ സമയത്ത്. അങ്ങനെ ഇരിക്കാൻ കഴിഞ്ഞാൽ വലിയ ഫലമാണ്. നമുക്കിപ്പോ 1 മിനിറ്റ് മിണ്ടായിരിക്കാൻ പറ്റുമോ? ആരെല്ലാം ഒരടുത്തവരെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ കാര്യം കഴിഞ്ഞു. ഇപ്പൊ ഞാൻ നിർത്തിയിട്ടൊന്ന് തിരിയാൻ നിൽക്കുക. എന്തിനാ? അടുത്തിരിക്കുന്ന ആളിന് ചെറിയ ചോദിക്കാൻ. ഇതാണ് നമ്മുടെ മൗനവ്രതം. അതുകൊണ്ട് അദ്ദേഹം തീരുമാനിച്ചു, ഈ ഒരു അക്ഷരവും ഞാൻ പറയണില്ല. അങ്ങനെ അവിടെ ഇരുന്ന് കുറച്ചു കാലം കഴിഞ്ഞപ്പോ തന്റെ മുൻപിൽ കൂടി അമ്പേറ്റ ഒരു പന്നി പോകുന്നതുകൊണ്ട് ചോരയൊക്കെ ഒരു അപ്പൊ അവിടെ ഒന്ന് വെച്ചു. അത് ഭഗവതിയുടെ ഒരു ബീജാക്ഷരമായിട്ട് മാറിയതാണ്. നിസ്വാരമില്ലാതെയാണെങ്കിൽ പോലും ആ ഒരു അക്ഷരം ജപിച്ചപ്പോ
അദ്ദേഹം ജ്ഞാനിയായിട്ട് മാറിയെന്നാണ്. ഭഗവതിയുടെ നവാക്ഷരി മന്ത്രത്തിലെ 3 ബീജാക്ഷരങ്ങളിൽ ഒന്നായിരിക്കുന്ന ഐ പറയണ പേരാണ് വാഗ് ബീജ മന്ത്രം. സരസ്വതിയുടെ മൂലാക്ഷരമായിട്ടാണ് അതിനെ അങ്ങനെ പറഞ്ഞതുകൊണ്ട് അദ്ദേഹത്തിന് ഭഗവതിയുടെ അനുഗ്രഹമുണ്ടായി. ഉള്ളിൽ ജ്ഞാനം ഉദിച്ചു എന്നാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു വേടൻ അതുവഴി വന്നപ്പോ ചോദിച്ചു, ഇതുവഴി ഒരു പന്നി അമ്പേറ്റു പോകുന്നത് കണ്ടോ? ഉള്ളിൽ ആലോചിച്ചു, കണ്ടു എന്ന് പറഞ്ഞാൽ ആ പന്നി അതിന്റെ ജീവനെ നഷ്ടപ്പെടുത്തേണ്ടി വരും. കണ്ടില്ല എന്ന് പറഞ്ഞാലോ താൻ എടുത്ത വ്രതത്തിന് ഭംഗം വരും. സത്യം മാത്രമേ പറയൂ എന്ന വ്രതത്തിന് ഭംഗം വരും. അതുകൊണ്ട് എന്താ ചെയ്യേണ്ടത് എന്നിങ്ങനെ ആലോചിച്ചു എന്നാണ്. അപ്പൊ ആ ഒരു ബീജാക്ഷരം ജപിച്ചതിന്റെ ഫലം കൊണ്ട് ഉള്ളിൽ തോന്നിച്ചു അത്രേ കൊടുക്കേണ്ട മറുപടി. അദ്ദേഹം അവിടെ ഇരുന്ന് പറഞ്ഞു, കാണുന്നവൻ പറയുന്നില്ല, പറയുന്നവൻ കാണുന്നുമില്ല. വേടൻ ഇത് കേട്ടിട്ട് എന്ത് ചെയ്തു? എന്തോ കുഴപ്പം പറ്റിയതാന്ന് പറഞ്ഞ് അങ്ങ് പോയി. എന്താ അദ്ദേഹം പറഞ്ഞതിന്റെ പൊരുള്? കാണുന്നവൻ പറയുന്നില്ല, പറയുന്നവൻ കാണുന്നില്ല. 2 കാര്യം പറഞ്ഞു. ആരാ കാണുന്നേ? കാണുന്നതാരാ? കണ്ണ്. കണ്ണ് ഇന്ന് വരെ പറഞ്ഞിട്ടുണ്ടോ ഞാൻ ഇന്നത് കണ്ടു എന്ന്? ഉണ്ടോ? കണ്ടു എന്ന് പറയുന്നത് ആരാ? നാവ്. പക്ഷെ നാവ് ഇന്ന് വരെ കണ്ടിട്ടുണ്ടോ? ഇല്ല. അപ്പോ ഏത് വിശ്വസിക്കും? സത്യത്തിൽ നാവ് പറയുന്നു ഞാൻ കണ്ടു എന്ന്, പക്ഷെ നാം ഇതുവരെ കണ്ടിട്ടില്ല. കേട്ടോ? അപ്പൊ ആ വാക്ക് സത്യമാണോ? ആണോ? അല്ല. കണ്ണ് ഇന്നുവരെ പറഞ്ഞിട്ടില്ല ഞാൻ ഇന്ന സാധനം കണ്ടു എന്ന് പറഞ്ഞോ? ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടു എന്ന് പറയുന്നത് ആരാ? നാമ പറയുന്നത്. അപ്പൊ എങ്ങനെയാ അതിനെ സത്യവത്തായിട്ട് എടുക്കാൻ കഴിയുക? കാണാത്ത ഒരാള് പറയുന്നു ഞാൻ കണ്ടു. നമ്മളും അങ്ങനല്ലേ? ഒരു സംഭവം നാട്ടിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ കണ്ടേച്ച് വന്നവരെക്കാൾ ഗംഭീരമായിട്ട് നമ്മൾ ആ കഥ പറഞ്ഞിരിക്കും. ഇല്ലേ? അറിയോ ഇല്ലേ? കണ്ടവൻ അന്തിച്ചു പോകും. ദൈവമേ, ഇത്രയൊക്കെ കാര്യം അതിനകത്തുണ്ടായിരുന്നു. അതില് നമ്മളതിന് ഭയങ്കര മിടുക്കല. ഇച്ചിരി എന്തെങ്കിലും കിട്ടിയാൽ പിന്നെ ഡെവലപ്പ് ചെയ്ത് അതിനെ നമുക്കൊരു കഥകളി രൂപത്തിലോ കഥാപ്രസംഗ രൂപത്തിലോ ഒക്കെ ആക്കി നമ്മള് നാട്ടിൽ മുഴുവൻ അവതരിപ്പിക്കും. കണ്ടേച്ച് വന്നവൻ നമ്മൾ പറയുക. അതുകൊണ്ട് കാണുന്നവൻ പറയണില്ല. എന്നാൽ കണ്ണാണ് കാണുന്നത്. അത് കണ്ണ് ഇന്നുവരെ ആരോടും പറഞ്ഞിട്ടില്ല ഞാൻ കണ്ടിട്ടുണ്ടെന്ന്. നാവാണ് പറയണത് ഞാൻ കണ്ടു, പക്ഷേ നാം ഇന്നുവരെ ഒന്നും കണ്ടിട്ടില്ല. ഇനി അതിന്റെ അകത്തട്ടിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോഴാണ് കാണുന്നവൻ പറയുന്നില്ല എന്ന് വെച്ചാൽ അതൊരു ഓൺലൈനിൽ വരുത്തിയതാ. ചില വെയിറ്റ് കുറവുണ്ട്, കൊണ്ടു നടക്കാൻ സൗകര്യം ഉണ്ടല്ലോ എന്ന് വിചാരിച്ച് വരുത്തിയതാ. വെയിറ്റ് അധികം ചെയ്യുമ്പോഴത്തേക്ക് ഇതിന്റെ ലോക്കൽ തട്ടി 10,700 രൂപ കൊടുത്ത് മേടിച്ചതാ. വല്ല കാര്യമുണ്ട്? നമുക്ക് ഈ പോകാനുള്ളത് ഒരു വഴിക്കൂടെ. കാരണം ഈ മേടിച്ചോണ്ട് പോകുന്ന അത്ര നല്ല കാശൊന്നും അല്ലേ. അങ്ങനെയുണ്ട്. ഈ മേടിക്കുമ്പോ നല്ല സന്തോഷം, ഇത്രയും കിട്ടിയെന്ന്. പക്ഷെ മേടിച്ചോണ്ട് പോകുന്നതൊന്നും അത്ര നല്ലതൊന്നും അല്ല. അപ്പൊ അതിന്റെ ഒരു അംശം എവിടെ കൂടെ കിലെങ്കിലൊക്കെ ഒന്ന് പോയി കിട്ടണം. അതുകൊണ്ടാ അപ്പോ അന്നേരം കിട്ടുമ്പോ ഇങ്ങനെയൊക്കെ ഉള്ളത് കിട്ടും. കാണുന്നവൻ പറയണില്ല. കൽക്കട്ട നമ്മൾ കണ്ടു
അത് നമ്മൾ കഴിച്ചു. എന്താ കൽക്കട്ടത്തിന്റെ രുചി? മധുരം. ഈ മധുരം എന്താണ് എന്നത് പറയാൻ പറ്റുമോ? വിശദീകരിക്കാൻ പറ്റുമോ? എന്താണ് ഈ മധുരം എന്ന് ചോദിച്ചാൽ വിശദീകരിക്കാൻ പറ്റുമോ? അതെങ്ങനെ അറിയാൻ പറ്റുള്ളൂ? അനുഭവിച്ചറിയാനേ പറ്റും. ഇതുപോലെയാണ് ഈശ്വരൻ. അതിനെയും കണ്ടറിയാനോ കൊണ്ടറിയാനോ പറ്റില്ല. അനുഭവിച്ചു മാത്രമേ അതിനെ അറിയാനായിട്ട് സാധ്യമാവൂ. വേണ്ടവണ്ണം അറിയണമെങ്കിൽ അതിനെ അനുഭവിച്ച് തന്നെ അറിയണം. ആ അനുഭവവേദ്യമാവാത്തിടത്തോളം കാലം ആ പറച്ചിലിന് യാതൊരു വിധമായ അർത്ഥമില്ല. മനസ്സിലാകുന്നുണ്ടോ പറയുന്നേ? അനുഭവവേദ്യമാവാത്തിടത്തോളം അതത്ര പറച്ചിലിൽ വലിയ കാര്യമൊന്നുമില്ല. അപ്പൊ നമ്മുടെ സമൂഹത്തിൽ തന്നെ ചില ആൾക്കാരുണ്ട്, ചില മേളം കേൾക്കുമ്പോൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള ചില അവസരങ്ങളില് തുള്ളാറുണ്ടല്ലേ? കണ്ടിട്ടില്ലേ? നമ്മളെന്താ പറയും? ഇപ്പൊ ഇവിടെ നിന്നാണ് തുള്ളുന്നത്. ഇപ്പൊ ഞാനാണ് ഇവിടെ ഇരിക്കുക, അവിടെ ദീപാരാധന നടക്കുന്ന സമയത്ത് ഞാൻ ഇവിടുന്ന് തുള്ളിയ നിങ്ങൾ എന്താ പറയും? ആ ദേവി കേറിയതാണെന്ന് പറയും, ഇല്ലേ? അന്നേരം ഞാൻ വല്ലതൊക്കെ പറഞ്ഞാൽ നിങ്ങൾ അത് മുഴുവൻ എന്ത് ചെയ്യും? വിശ്വസിക്കും. പറയണ സാധനം എടുത്തോ, കേട്ടോ. ആ കിട്ടോ? ഇല അവിടെ ചേട്ടനോട് പറയാം, തരും. അവിടെ ട്യൂഷനിലാണ്, അത് കയറിയല്ലേ? അവിടെ ആ ചേട്ടനോട് പറയാം, ചേട്ടനോട് ഇല്ലേ? ചേട്ടനോട് പറയാം, ട്യൂഷനിൽ അവിടെ കാണും. പറയണ ആ ചേട്ടത് മാനോട് പറ. അന്നേരം ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യും. ആര് പറയുന്നതായിട്ട് വെക്കും? അതേ കാര്യം ഞാൻ ഇവിടെ ഇങ്ങനെ ഇരുന്നിട്ട് പറഞ്ഞാലോ? നിങ്ങൾ ആരെങ്കിലും അംഗീകരിക്കൂ? ഇല്ല. എന്താ കാരണം? അന്നേരം എന്റെ ദേഹത്ത് ആര് കയറിയിട്ടില്ല? പറയുന്ന കാര്യങ്ങളെല്ലാം വന്ന ഒരേ കാര്യം. തുള്ളിയിട്ട് പറഞ്ഞാലും തുള്ളാതെ പറഞ്ഞാലും പറയാൻ പോണ കാര്യം ഇതെങ്ങനെ ഒരാളെ ദേഹത്ത് ചെയ്ത് കയറുക? ഇത്രയും ശക്തിമത്തായിരിക്കുന്ന ഒരു ശക്തി സ്വരൂപം സാധാരണക്കാരനായിരിക്കുന്ന ഒരു മനുഷ്യന്റെ ശരീരത്തിലേക്ക് കയറിയാൽ അവന് താങ്ങാൻ പറ്റുമോ? പറ്റൂ? ഇല്ല. പിന്നെ എങ്ങനെയാ ദൈവം കയറത്തുള്ളത്? ചിന്തിച്ചിട്ടുണ്ടോ? തുല്യതകളൊക്കെ ഓടും, ഇല്ലേ? ഇപ്പൊ ചെന്നാ എല്ലാം അറിയാവുന്ന ഇതെങ്ങനെയാ സാധ്യമാണ്? ഇത് മനസ്സിന്റെ ഒരു ഭ്രമമാണ്. എന്ന് പറഞ്ഞ് തുള്ളിടത്ത് പോയിരുന്നല്ല ഞാൻ പറയുന്നത്. പോണെ പൊക്കണം, കാശ് കൊണ്ട് കൊടുത്തോണം. ഞാനും ഇടയ്ക്ക് ആലോചിക്കാറുണ്ട്, ഇപ്പൊ ഇനിയിപ്പോ പതുക്കെ വീട്ടിലിരിക്കുന്ന സമയത്തൊന്നും പതുക്കെ തുടങ്ങിയാലോ. എത്രയോ ഉണ്ടാക്കണ ഇതൊക്കെ ഉള്ളു ഇന്നത്തെ കാലത്ത് വഴി. ഇപ്പൊ ആരാ ധർമ്മം നോക്കണേ? എങ്ങനെയും 10 രൂപ കാശ് ഉണ്ടാക്കണേ, കടം തീരണ്ടേ? ആ പൊക്കോളന്നേ, എന്നാലും അത്യാവശ്യം കാര്യം നടക്കുമല്ലോ. അല്ലാതെ ആരെങ്കിലും 10 പൈസ കൊണ്ട് തരുമോ? തരുമോ? എന്റെ അവസ്ഥ അറിഞ്ഞ് ആരെങ്കിലും 10 പൈസ എനിക്ക് കൊണ്ട് തരുമോ?
ഇല്ല. അപ്പൊ എന്റെ കാര്യം നടക്കണേ ഇനിയിപ്പോ തുള്ളലോ ഓട്ടോ നടത്തിയാലേ പറ്റൂ. കാരണം ഇനിയുള്ള കാലങ്ങൾ ഇങ്ങനെയുള്ളതിന്റെ ഉള്ളു പ്രസക്തി. അല്ലാതെ സത്യസന്ധമായിട്ട് കാര്യങ്ങൾ പറയുന്നവനെ ആർക്കും വേണ്ട. വേണോ? ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടി പറയുന്ന, അല്ലെങ്കിൽ അതിനൊക്കെതായ വേഷധാരണകൾ വേണം. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു വാർത്ത പുറത്തു വന്നിട്ടുണ്ട്, നിങ്ങളൊക്കെ കണ്ടു കാണും ചിലപ്പോ. ഒറ്റ കൂലി 55 രൂപ. സാധിച്ചെങ്കിൽ സാധിച്ചു, സാധിച്ചില്ലെങ്കിൽ സാധിച്ചില്ല. പോയാ പോയി, കിട്ടിയാ ഊട്ടി, കിട്ടിയില്ലെങ്കിൽ പൊട്ടിയ ചട്ടി എന്ന് പറഞ്ഞ പോലെ. ആലോചിച്ചു നോക്ക്. ഇത്രമാത്രം മനുഷ്യന് അന്ധതയിലേക്ക് പോകാമോ? അന്ധരാവരുത്. വിശ്വാസം ഒരിക്കലും അന്ധതയിലേക്ക് പോകാനുള്ളതാവരുത്. അപ്പൊ നിങ്ങളെല്ലാം എന്റെ പുറകിൽ വരും, എന്റെ വീട്ടിൽ വരും. നിങ്ങളെല്ലാം ഒറ്റ ഒരു 10 മിനിറ്റ് ഞാൻ മെനക്കെട്ടാ മതി. യജ്ഞം കഴിയുമ്പോ സർവ്വ എണ്ണ എന്റെ വീട്ടിൽ തേരാ പാരാകറിയാണ്. കിട്ടാടനെ ഒരു വഴിക്കാക്കുക. എനിക്കറിയാം. ഇത്രയും വലിയ സ്രോതസ്, ഈ ഒരു പ്രപഞ്ചത്തിൻ്റെതായിരിക്കുന്ന ഒരു ശക്തിയെ, ഒരു ഇതിനെ ആവാഹിച്ചു വെച്ചിരിക്കണം. അല്ലെങ്കിൽ ആ ഒരു ശക്തി സ്രോതസ്സിനെ ഒരു മനുഷ്യന്റെ ശരീരത്തിൽ എങ്ങനെയാ താങ്ങാൻ കഴിയുക? ആലോചിച്ച് നോക്കൂ. അപ്പൊ ചോദിക്കും, മനുഷ്യൻ നമ്മൾ തന്നെയാണ് ഈശ്വരൻ നല്ലേ പറയണതാണോ? അല്ലെന്ന് പറയണില്ല. എന്റെ ഉള്ളിൽ ഇറങ്ങിയിരിക്കുന്ന ശക്തിയായിട്ട് നിൽക്കുന്ന, അല്ലെങ്കിൽ അതിന് എനിക്ക് വെളിച്ചമായി നിൽക്കുന്ന, ഈ ജഡത്തെ ചലനാത്മകമായി നിലനിർത്തുന്ന ശക്തി സ്രോതസ് ഈശ്വരൻ തന്നെയാണ്. അതുകൊണ്ട് ഞാൻ തന്നെയാണ് ഈശ്വരൻ എന്നുള്ളത് സത്യം. പക്ഷേ അതിനെ നമുക്ക് എത്ര പേർക്ക് അനുഭവവേദ്യമാക്കാൻ കഴിയുന്നുണ്ട്? അതുകൊണ്ടാണ് ഇത് മനസ്സിന്റെ ഭ്രമമാണ് പറയുന്നത്. എന്തുകൊണ്ട്? ഇപ്പോ നിങ്ങൾ ഇവിടെ വന്ന് തൊഴാൻ നിൽക്കാന്ന് വിചാരിക്കാം. ദീപാരാധന സമയത്ത് ഒരു 500 പേരുണ്ട്. എല്ലാവരും ഇവിടെ വട്ടം കൂടി നിൽക്കുകയാണ്. വളരെ ഉച്ചത്തിൽ നാമം ജപിക്കുക. സ്വാഭാവികമായിട്ടും നമ്മുടെ മനസ്സെങ്ങോട്ട് പോകും? ഈ ഒരു നാമധാരയിലേക്ക് പോവും. ഇല്ലേ? ആണോ അല്ലയോ? അപ്പൊ നമ്മൾ പൂർണ്ണമായിട്ടും നമ്മളെ തന്നെ മറന്നു പോകുന്ന ഒരവസ്ഥ ഉണ്ടാവും. മനസ്സിനെ കോൺസെൻട്രേറ്റ് ആ നാമജപത്തിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ശരീരത്തെ കുറിച്ചോ മറ്റുള്ള ചിന്തകളിൽ നിന്നോ ഒക്കെ വേറിട്ടിട്ട് പൂർണ്ണമായിട്ട് ഇതിലേക്ക് വരും. ഈ നാമജപത്തിലേക്ക് നമ്മുടെ മനസ്സിനെ കോൺസെൻട്രേറ്റ് ചെയ്യും. അങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് നമ്മളും പതുക്കെ നാമജപം അങ്ങോട്ട് തുടങ്ങി കഴിയുമ്പോ ഈ ഇത്രയും വന്നിരിക്കണ ഈ നാമജപത്തിന്റെ ഒരു എനർജി നമ്മളിലേക്ക് അറിയാതെ വന്ന് വരവെക്കാൻ തുടങ്ങും. അതിന്റെ കൂടെ നമ്മളും പതുക്കെ ജപം തുടങ്ങുമ്പോ അറിയാതെ ഉള്ളിൽ ഒരു എനർജി വൈബ്രേറ്റ് ചെയ്യാൻ തുടങ്ങും. ഈ എനർജി വൈബ്രേറ്റ് ചെയ്ത് തുടങ്ങുമ്പോഴാണ് നമ്മൾ പതുക്കെ അവിടെ നിന്ന് എന്ത് ചെയ്യുന്നത്? പതുക്കെ വിറയ്ക്കാനൊക്കെ തുടങ്ങും. അപ്പൊ ഓട്ടോമാറ്റിക്കലി ഈ നിൽക്കുന്ന ആളിന്റെ ഉള്ളിൽ എന്തൊരു തോന്നലുണ്ടാവും? എന്നിലേക്ക് അമ്മയുടെ ഒരു ശക്തി വന്ന് കേറിയിട്ടുണ്ട് എന്ന് അറിയാതെ എന്റെ ഉള്ളിൽ ഞാനായിട്ട് അങ്ങ് ഉറപ്പിക്കും. മനസ്സിലാവുന്നുണ്ടോ പണി? അങ്ങനെ അതിന് ഒരു ഉദാഹരണം എളുപ്പം പറയാം. മണിച്ചിത്രത്താഴ് സിനിമ കണ്ടിട്ടില്ലേ? ഉണ്ടോ? അതിനകത്ത് പിന്നെ ശോഭനയുടെ യഥാർത്ഥ പേരെന്തുവാ? ഗംഗ. പിന്നെ വേറൊരു ഭാഗത്ത് ഉള്ള പേരെന്തുവാ? നാഗവല്ലി. എത്ര വർഷം മുമ്പ് ഇറങ്ങിയ പടമാണ്. ആരെങ്കിലും മറന്നോ? ഇപ്പൊ ഞാൻ പറഞ്ഞ കാര്യം 1.5 മണിക്കൂർ കഴിഞ്ഞ് ചോദിച്ചാലോ? അപ്പോ എവിടുന്ന ഈ ഗംഗയ്ക്ക് നാഗവല്ലി എന്ന അവസ്ഥയിലേക്ക് മാറാൻ കഴിയുന്നത്?
കുട്ടിക്കാലം മുതലേ കേട്ടു വളർന്ന കഥകൾ എവിടെ കിടപ്പുണ്ട്? അടിത്തട്ടി കിടപ്പുണ്ട്. അതിനൊരു സാഹചര്യം അവിടെ ഉണ്ടായി വന്നപ്പോ അറിഞ്ഞോ അറിയാതെയോ എന്തായി? തന്നിലേക്ക് ആ നാഗവല്ലി വന്ന് കയറി. നാഗവല്ലി വന്ന് കയറിയോ എന്ന് ഒരു സംശയം ഉടലെടുക്കും. അതാ മനസ്സുകൊണ്ട് താൻ നാഗവല്ലിയായി എന്നൊരു ധാരണയിലേക്ക് ആരെത്തുക? ഈ വ്യക്തിത്വ ഇത് തന്നെയാണ് കാര്യം. അപ്പോ നമ്മുടെ ഉള്ളില് ഈ ഒരു വൈബ്രേഷൻ നമ്മുടെ ശരീരത്തിൽ ഉണ്ടായി കഴിയുമ്പോൾ നാം തന്നെ അറിയാതെ നമ്മുടെ ഉള്ളിൽ അങ്ങ് ഉറപ്പിക്കുന്നു, എന്നിലേക്ക് ആര് വന്നു? ഭഗവതി വന്നു എന്നൊരു ധാരണ നമ്മൾ നമ്മുടെ ഉള്ളിൽ അങ്ങ് ഊട്ടി ഉറപ്പിക്കാം. ആ ഒരു ധാരണ ഉള്ളിൽ ഉറച്ചു കഴിയുമ്പോ പിന്നെ നമ്മളല്ലാതായിട്ടങ്ങ് മാറും. അല്ലാതെ അവിടെ ഭഗവതി ഒന്നും എന്ത് ചെയ്യണില്ല, ശരീരത്ത് വന്ന് ഉയർന്നൊന്നുമില്ല. പക്ഷെ ആ സമയത്ത് ഉള്ളിൽ നിന്ന് വരുന്ന വാക്കുകള് ചിലപ്പോ അത് ഫലവത്തായിട്ട് മാറുന്നു എന്ന് മാത്രമേ ഉള്ളൂ. എന്തുകൊണ്ടാ? അവിടെ നിൽക്കുമ്പോ ആ ഉണ്ടാകുന്ന ആ ഒരു എനർജി ശരീരത്തിലേക്ക് വന്ന് കയറി കഴിയുമ്പോ നമ്മളല്ലാതെ ഭഗവതിയാണെന്നൊരു ബോധം നമ്മുടെ ഉള്ളിൽ ഉറപ്പിച്ചു കഴിയുമ്പോ അറിയാതെ ഉള്ളിൽ കിടക്കുന്ന വാക്കുകള് പുറത്തേക്ക് പിടികിട്ടുന്നുണ്ടോ പറയണേ? ഇനി അതിലൊരു രസകരമായ ഒരു കഥയോടെ പറഞ്ഞു തന്നത്, കഥയല്ല, നടന്ന സംഭവം. എനിക്കൊരു സുഹൃത്തുണ്ടായിരുന്നു. ഇവരൊരിക്കൽ ശബരിമലയ്ക്ക് പോകാനായിട്ട് കെട്ടുമുറിപ്പിച്ചത് എന്നെ കൊണ്ട്. കെട്ടുമുറിക്ക കൊടുത്തിട്ട് അവരോട് ഞാനൊരു കാര്യം പറഞ്ഞു. തളിച്ചു കൊടുക്കാം, ഇരുന്നോട്ടെ, ഞാൻ എഴുന്നേൽക്കുമ്പോൾ തളിച്ചു കൊടുക്കാം. അവിടെ ഇരിക്കെ, ഞാൻ എഴുന്നേൽക്കുമ്പോൾ തളിച്ച. അപ്പോ ഇവനിത് കേട്ടപ്പോ ഒരു സംശയം തോന്നിയിട്ട് ആരോട് ഇങ്ങനെ അന്വേഷിക്കും എന്ന് ആലോചിച്ച് നിൽക്കുമ്പോൾ ഒരു സുഹൃത്ത് പറഞ്ഞു, ഒരു സ്ഥലത്തൊരു സ്ത്രീയുണ്ട്, അവർക്ക് മുരുകന്റെ സേവയാണ്, ചെന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നു. ഇവൻ ഇത് കേട്ടിട്ട് അവിടെ ചെന്ന് ഇവരെ കണ്ടു. അപ്പം ഈ പറഞ്ഞ പോലെ വിറച്ചൊക്കെ പറയും. കാര്യം പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞ അതേ കാര്യം അവനോട് പറഞ്ഞു എന്നവൻ പറയുന്നുണ്ട്. വേറൊരു ദിവസം വാ എന്ന് പറഞ്ഞിട്ട് ഇവനെ വിട്ടു. ഒരു ദിവസം പോകാനായിട്ട് എന്നെ വിളിച്ചു, വേണ്ട നമുക്ക് ഇന്ന് വൈകുന്നേരം ഒരു വഴി ഒന്ന് പോണം കേട്ടോ എന്ന് പറഞ്ഞു. ഞാൻ ചുവടാടാ, അത് ഇന്നടത്താ. എനിക്ക് എന്താ കാര്യം? ഒരാളെ ഒന്ന് കാണാനാ. ആരാന്ന് നീ പറ, നീ വാ എന്ന് പറഞ്ഞ് സ്കൂട്ടറെ കയറ്റി. ഞങ്ങൾ രണ്ടും കൂടെ സ്കൂട്ടറില്ല ഈ സ്ഥലത്ത് ചെറിയൊരു വീട്, ഒരു കിളത്തിന്ന്, ചെറിയൊരു കിളത്തിന്, ടൈലൊന്നുമില്ല, ചുമ്മാ ഇത് ചെയ്തിരിക്കുകയാണ്. ഇതുപോലെ ഉള്ള തറയാണ്. അപ്പുറം ഒരു മുറിയുണ്ട്. ഈ തിണ്ണയ്ക്കിരുന്ന് ഇങ്ങനെ നേരെ തെക്കാൻ തോന്നും. നോക്കിയാൽ ഒരു മുരുകന്റെ വലിയൊരു ഫോട്ടോ വെച്ചിട്ടുണ്ട്. അതിനടുത്തൊരു വേലുമുണ്ട്. വിളക്ക് കത്തിക്കുന്ന ഒരു സംവിധാനമൊക്കെ ഉണ്ട്. അപ്പൊ ഞങ്ങൾ ചെല്ലുമ്പോൾ ഒരു 5:30 മണിയോളമായി. അന്ന് എനിക്ക് താടി മുടിയൊന്നും ഇല്ല, ഇത്രയൊന്നും ഇല്ല. താടി ഉണ്ട് എന്നുള്ളതേ ഉള്ളൂ. അപ്പോ അവിടെ ചെന്ന് ഒരു ബെഞ്ചുണ്ട്. ആ ബെഞ്ചിൽ ഞാനിങ്ങനെ ഈ പൂജാമുറിയുടെ നേരെ ഫ്രണ്ടിലായിട്ട് ഞാനിരുന്ന് ഈ മുരുകന്റെ ഫോട്ടോ ഇങ്ങനെ കണ്ടോണ്ടിരിക്കുക. നല്ലൊരു ഫോട്ടോയാ. അപ്പോ ഈ തുള്ളുന്ന സ്ത്രീ അങ്ങേ മുറിയുന്ന ഇറങ്ങി ഇങ്ങോട്ട് വന്ന് പൂജാമുറിക്കകത്ത് കയറിയിട്ട് അവിടെ കിടന്നൊരു വട്ടം കറക്കമൊക്കെ കറങ്ങിയിട്ട് ഒരു ബഹളമൊക്കെ വെച്ചു.
അതെന്ത് ചെയ്ത് പിള്ളേരെടുത്താണോ അങ്ങനെയാണോ നോക്കണ്ടേ എടുക്കട്ടെ എന്നൊക്കെ പറഞ്ഞൊരു ബഹളമൊക്കെ വെച്ചു. ഞാൻ ഇതൊക്കെ കേട്ടോണ്ട് അങ്ങനെ ഇങ്ങനെ കയ്യും കെട്ടി ഇങ്ങനെ ഇരിക്കുക. ഇവിടുന്ന് ഇറങ്ങി അപ്പുറേ മുറിയിൽ പോയി ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോ വീണ്ടും ഇങ്ങോട്ട് വന്നേച്ച് ഒരൊറ്റ ചാട്ട. ഞാനിങ്ങനെ മൊത്തത്തിൽ അടിമുടി ഒന്ന് നോക്കി. അപ്പോൾ ഞാൻ കൈകെട്ടി തന്നെ ഇങ്ങനെ ഇരിക്കാം. ചോദിച്ചു ഏൻ വന്നേന്ന് ചോദിച്ചു. മുരുകൻ കഴിയാ പിന്നെ പുള്ളിക്ക് മലയാളം അറിയത്തില്ല, പുള്ളി തമിഴനല്ലേ, പിന്നെ തമിഴേ വരും. ഏൻ വന്നേന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു സുമ്മാ വന്നത്, നമുക്ക് മുരുകനേക്കാൾ തമിഴ് അറിയാമെന്ന് പറഞ്ഞില്ല. ഞാൻ പറഞ്ഞു സുമ്മാ വന്ന് എതുക്കാക വന്ന് ഇങ്ങനെ വെച്ചു. എന്ന പ്രശ്ന എനിക്കൊരു പ്രശ്നമേ ഇല്ല, പിന്നെ എതുക്കാക വന്നതെന്ന് ചൊല്ലെന്ന് ഞാൻ പറഞ്ഞു. അവർ കൂപ്പിട്ട് അതിനകത്ത് അവർ കൂടത്താൻ വന്നത്. അപ്പൊ എനിക്ക് ഞാൻ ഇങ്ങനെ ഞാൻ நான் இங்க இருக்க கூடாதா, சரியப்பா நான் வெளியே போறேன் എന്ന് പറഞ്ഞ് ഞാൻ എന്ത് ചെയ്തു, ഇവിടെ ഓടിയിലേക്ക് പോയി. ഇവര് കുടുക്കൊന്ന് താഴെ വീണപ്പോ ഭർത്താവ് ഓടി വന്ന് താങ്ങി അവിടെ പിടിച്ച് ഇരുത്തി. ചില കഴിഞ്ഞപ്പോ വെള്ളമൊക്കെ തളിച്ചു. അപ്പൊ മുരുകൻ പോയി. വെള്ളം തളിച്ചപ്പോ ആര് പോയി? മുരുകൻ പോയി. ഒരു ഗ്ലാസ് വെള്ളമൊക്കെ കുടിച്ച് അവിടെ ഇങ്ങനെ കുത്തിയിരുന്നു. അപ്പൊ ഞാൻ വഴി നിൽക്കാം. ഇവരോട് ഇവർ ചോദിച്ചു ഇവൻ ആരാ? എന്റെ ഒരു കൂട്ടുകാരൻ. അവൻ എന്താ പണി? അവൻ ഈ ഭാഗവത പാരായണത്തിനൊക്കെ പോകും. ഇനി മേലെ ഇങ്ങോട്ട് കൊണ്ടുവരരുത് കേട്ടോ, നീ വരുന്നുണ്ട് ഒറ്റയ്ക്ക് വന്നാൽ മതി, അവനെ ഇങ്ങോട്ട് കൊണ്ടുവരുവേ വേണ്ട. സ്കൂട്ടറിൽ കയറി ഞങ്ങൾ ഇങ്ങോട്ട് പോകുന്നു. ഞാൻ ചോദിച്ചു എന്താ പറഞ്ഞടാ? ഇത്തവണ ഒന്നും പറഞ്ഞില്ലടാ. നീ എന്തിനാ വന്നേ? എടാ നീ എന്നൊരു കാര്യം പറഞ്ഞില്ലയോ, അതിന്റെ ഒരു ഇതിനു വേണ്ടിയിട്ട് വന്ന. അതിപ്പം നീ പറഞ്ഞ അതേ കാര്യം തന്നെ എന്നോട് ഇവരും പറഞ്ഞത്. ഞാൻ ചോദിച്ചടാ, ഞാൻ തുള്ളി പറഞ്ഞിട്ടാണോ നിനക്കത് വിശ്വാസമില്ല? ഞാൻ ചോദിച്ചിട്ട് ചീത്തയെ വിളിച്ചിങ്ങനെ തിരിച്ചപ്പോൾ ഞാൻ ഇപ്പൊ എന്തോ അവർ പറഞ്ഞു. എടാ അവര് പറഞ്ഞു നിന്നെ മേലെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നു. അതെന്താടാ അങ്ങനെ? ഞാൻ പറയടാ എന്റെ രൂപ അത്ര കാണാൻ വലിയ ഭംഗിയൊന്നും ഉണ്ടാകത്തില്ല, അതുകൊണ്ടായിരിക്കും പിന്നെ എന്നെ ഇനി കൊണ്ടിയല്ലാണ്ടാത് പറഞ്ഞത്. ഇവിടെ തന്നെയല്ല ഞാൻ വന്നിട്ട് കാര്യമില്ല, 10 പൈസ അവർക്ക് കിട്ടപ്പോലും ഇല്ല, പിന്നെ വെറുതെ എന്നെ വിളിച്ചോണ്ട് ചെല്ലണ്ടെന്ന് വിചാരിച്ചിട്ടായിരിക്കും എന്ന് പറഞ്ഞ് ഞാൻ അവരെ ഒഴിവാക്കി. ഞാൻ പറഞ്ഞു വന്നത്, ചിലരുടെ മുമ്പിൽ ചിലതൊന്നും നമ്മളെല്ലാം ഇങ്ങനെ ഈ ഭ്രമത്തിന്റെ പിന്നാലെ. ഈ മുരുകൻ കയറിയ തമിഴ് മാത്രമേ പറയത്തുള്ളൂ. അങ്ങനെയാണ് പെരുന്നെ വെച്ച് ആരാധിക്കാനുള്ളൂ. നമ്മൾ പറയുന്ന എല്ലാം അങ്ങേർക്ക് മനസ്സിലാവുള്ളൂ. ഒന്ന് ആലോചിച്ച് നോക്ക് നിങ്ങൾ. മുരുകൻ അനുഗ്രഹിച്ച തമിഴ് മാത്രമേ വരുത്തുള്ളൂ എങ്കിൽ പെരുന്നെ വെച്ച് പൂജിക്കുന്ന മുരുകനോട് നമ്മൾ വല്ലോ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? കാരണം പുള്ളിക്ക് മലയാളം അറിയത്തില്ല. കൃഷ്ണനോട് ഹിന്ദി വേണ്ട പറയാനപ്പോ അല്ലയോ? മലയാളം പറഞ്ഞ അങ്ങേര് മധുരക്കാരനാ, മനസ്സിലാവുമല്ലോ. ഇതാ നമ്മുടെ ധാരണ. ഇങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞാൽ എന്തൊക്കെയോ ഒരു അവിടെ ഉണ്ട് എന്നൊരു ധാരണയുണ്ട്. ഞാൻ ഇപ്പോഴും പറയണു, തുള്ളു നടന്ന് പോകുന്നവരുണ്ട് പൊക്കോണം, കാശുണ്ടെ കൊടുത്തോണം, വല്ല കാര്യസാധ്യം ഉണ്ടെന്ന് നേടിക്കോളൂ, അതിനൊന്നും എനിക്ക് വിരോധമില്ല. പക്ഷേ ആ ഈശ്വരൻ ശരീരത്ത് ഉണ്ടെങ്കിൽ കയറിയ തുള്ളണം എന്നൊക്കെ നിർബന്ധം എന്താ ഉള്ളത്? തുള്ളിയാലേ പറയാൻ പറ്റുള്ളൂന്നുണ്ടോ? ഞാൻ പറയണ കാര്യം നിങ്ങൾക്ക് പിടിയിട്ടുണ്ടോ? ഇപ്പൊ എന്റെ ഉള്ളിലിരിക്കുന്ന ഈശ്വരൻ എന്റെ ശരീരത്തിലെ അല്ലെ എനിക്കൊരു അനുഗ്രഹ വർഷം ചൊരിയണുണ്ട്, എനിക്ക് തുള്ളാതിരുന്ന കാര്യം പറഞ്ഞൂടെ? ഈ ശരീരത്തിൽ ഇട്ട് അലക്കേണ്ട വല്ല കാര്യമുണ്ടോ? അത് കഴിയുമ്പോൾ പിന്നെ എഴുന്നേക്കാൻ പറ്റത്തില്ല തുള്ളൽ കഴിയുമ്പോ. ഈ ഇച്ചിരയില്ലാത്ത ശരീരത്തിൽ ഇരുന്ന് തുള്ളിയച്ച് മെനക്കെടുത്തി ഉരുട്ടി പരട്ടി താഴെ ഇട്ടേച്ച് പിന്നെ എത്ര 100 രൂപ കിട്ടിയാൽ 500 മുടക്കിയാലേ പിന്നെ തിരുമിയാലേ അടുത്ത പണിക്ക് ഇരിക്കാൻ പറ്റുള്ളൂ.
അതിന്റെ ഭഗവാൻ അറിഞ്ഞുകൂടെ എന്റെ ശരീരത്തിന്റെ അവസ്ഥ? ഒരു തുള്ളലും വേണ്ട, നിങ്ങളുടെ ഒക്കെ കാര്യം ഞാൻ പറയാം. കാശ് കൊണ്ട് വരാവോ? നിങ്ങളുടെ ഒക്കെ കാര്യം പറയാം.